തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ ഒരുങ്ങുകയാണ് ആനകളെ അണിനിരത്തി മിനിപ്പൂരം. പാറമേക്കാവ് ദേവസ്വമാണ് കേരളത്തിൽ, അതായത് തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് മുൻപാകെ മിനിപ്പൂരം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ജനുവരി 3-നാണ് പ്രധാനമന്ത്രി തൃശൂരിലെത്തുന്നത്. ഈ ദിവസമായിരിക്കും പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുക. റോഡ് ഷോ സമയത്താണ് പാറമേക്കാവ് പൂരം ഒരുക്കുന്നത്. ഇതിനായി പാറമേക്കാവ് ദേവസ്വം സുരക്ഷാ അനുമതികൾ തേടിയിരിക്കുകയാണ്. നിലവിൽ പൂരം പ്രദർശനത്തിന്റെ തറ വാടകയുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുമായി നിലനിൽക്കുന്ന തർക്കത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ 15 ആനകളെ അണിനിരത്തി മിനി പൂരം നടത്താനാണ് തീരുമാനമായിരിക്കുന്നത്. തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ധനസഹായം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. കേന്ദ്ര സർക്കാർ തൃശൂർ പൂരത്തിനൊപ്പമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. തൃശൂരിലെത്തുന്ന മോദി തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന സ്ത്രീശക്തി സംഗമത്തിൽ പങ്കെടുക്കും. അങ്കണവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, വനിതാ സംരംഭകർ, സാമൂഹ്യ പ്രവർത്തകർ, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ, തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത വിഭാഗം സ്ത്രീകളെ പങ്കെടുപ്പിച്ചാണ് പരിപാടി നടത്തുക. 2 ലക്ഷം സ്ത്രീകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. ജനുവരി 2-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരെത്തുന്നത്. BJP മഹിളാ മോർച്ചയും ചേർന്ന് സംഘടിപ്പിക്കുന്ന മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി വടക്കുന്നാഥിന്റെ മണ്ണിൽ എത്തുന്നതും. തേക്കിൻകാട് മൈതാനത്ത് സംഘടിപ്പിക്കുന്ന മഹിളാ സമ്മേളനത്തിൽ 2 ലക്ഷം വനിതകളായിരിക്കും അന്ന് അണിനിരക്കുക. ജനുവരി 3-ന് പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും. റോഡ് ഷോ സമയത്തായിരിക്കും പാറമേക്കാവിന്റെ പൂരമൊരുക്കൽ. ഇതിനായി പാറമേക്കാവ് ദേവസ്വം സുരക്ഷാ അനുമതികളൊക്കെ തേടിയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനം കണക്കിലെടുത്ത് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി BJP സംസ്ഥാന നേതൃയോഗം ചേരാൻ ഒരുങ്ങുകയാണ്. തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ധനസഹായം പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നു. ഇതിനു പുറമെ നിലവിൽ പൂരം പ്രദർശനവുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുമായി നിൽക്കുന്ന തർക്കവും ചൂണ്ടിക്കാണിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അതിനിടയിലാണ് പാറമേക്കാവ് ദേവസ്വത്തിന്റെ നീക്കം എന്നത് ശ്രദ്ധേയമാകുന്നു. തറവാടക വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം പരിഹരിക്കുന്നതിന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ വിളിച്ച യോഗത്തിൽ തീരുമാനമായിട്ടില്ല. വിഷയത്തിൽ ജനുവരി 4-ന് സർക്കാർ തീരുമാനമെടുക്കുമെന്ന വിവരങ്ങളും തുടർന്ന് ഈ വിവരം കൈമാറുമെന്നാണ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതിനിടെയാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് നീങ്ങാൻ പാറമേക്കാവ് തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രിമാരുമായി നടത്തിയ ചർച്ച പ്രഹസനമായതായിട്ടാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ആരോപിക്കുന്നത്. മഹിളാ സംഗമത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നതും. ജനുവരി 3-ന് വൈകിട്ട് 3 മണിക്ക് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്താണ് പരിപാടികൾ നടത്തപ്പെടുക. അങ്കണവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിങ്ങനെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ, തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത വിഭാഗ സ്ത്രീകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തപ്പെടുന്നത്. 2 ലക്ഷത്തോളം സ്ത്രീകളായിരിക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കുക. പരിപാടിക്ക് മുന്നോടിയായി പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിലാണ് മിനിപ്പൂരം 15 ആനകളെ നിർത്തിക്കൊണ്ട് മിനിപ്പൂരം കൂടി സംഘടിപ്പിക്കാനായിട്ട് പാറമേക്കാവ് ഒരുക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.